അനുഭവം എന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് പോയി അഭിനയിക്കാൻ പറഞ്ഞു, ഞാൻ പോയി അഭിനയിച്ചു, അത്രേ ഉള്ളൂ. ഷിബുവിന്റെ പടത്തിന്റെ സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? പടത്തെ പോലെ തന്നെ പിരിമുറുക്കം നിറഞ്ഞ ഒരു സെറ്റായിരുന്നു. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചിട്ട്, ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് മാക്സിമം ചെയ്യാവുന്നത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ സെറ്റിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം. കാരണം മഴ, വെയില്, അമ്മായാലും ഒരുപാട് പ്രശ്നങ്ങൾ, ലൈറ്റിംഗ് പ്രശ്നങ്ങൾ, നമ്മളിതൊക്കെ ചെയ്തിരിക്കുന്നത് ഫുൾ ഔട്ട്ഡോർ സംഭവങ്ങളാണ്. അത് ഇത്രയും വൃത്തിയായിട്ട് ചെയ്തത് നിസ്സാര കാര്യമല്ല. ഷിബുവിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സംവിധായകന്റെ ഒരു കമാൻഡിങ് പവർ, സെറ്റിലുള്ള എല്ലാവരെയും കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള കഴിവ്. പറഞ്ഞ് ഈ ചളവ തമാശയും കാര്യങ്ങളൊന്നും സെറ്റിൽ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള കഴിവ്, വേണ്ട സാധനങ്ങൾ കറക്റ്റായിട്ട് മേടിക്കുന്നത് ഇപ്പം ആരായാലും. സെറ്റിൽ വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും ക്യാമറയുടെ മുമ്പിലും പുറയിലും പുള്ളിക്ക് യാതൊരു ഫ്രണ്ട്ഷിപ്പും ലൊക്കേഷൻ. അത് നന്നായി. ഒരു പപ്പി പോയിക്കാൻ ചെന്നാൽ ഞാൻ നിനക്ക് പോയി നിന്നൂടെ എന്നോട് ചോദിക്കും. അതാണ് വളരെയധികം നല്ല സെറ്റായിരുന്നു, നല്ല അനുഭവമായിരുന്നു. ഒരു സിനിമയിൽ അഭിനയിച്ച ഫീലാണ് എനിക്കുള്ളത്. ഈ സിനിമയിൽ അഭിനയിച്ച അല്ല, സ്ക്രിപ്റ്റ് അത് എന്താ പറയുക, പ്രോംപ്റ്റ് ചെയ്ത ഒരാള്, അങ്ങനെ വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് അത്. വേറെ ഒന്നും നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല. ഒന്നുമല്ലാത്ത ഞാൻ കാരശ്ശേരിയാണ്, ഞാൻ കോളേജിൽ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു. നാടകം ബാക്ക്ഗ്രൗണ്ട് മാത്രം വളർന്നു വന്ന എനിക്ക് ഇതൊരു വലിയ എക്സ്പീരിയൻസ് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സത്യം എടുത്തു. ഞാൻ ഇനി സിനിമയിൽ അഭിനയിക്കും. ഞാൻ ഇനിയും കുറെ സിനിമയിൽ ഇനി വരാതിരിക്കുന്ന FK ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ ഉജ്ജ്വലമായ ചില പ്രകടനങ്ങൾ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം. പറയാനുള്ള പറഞ്ഞു, ഇത് കാര്യമായിട്ട് പറയണം. സമീർ പറഞ്ഞ ഒരു കാര്യം, ആക്ടേഴ്സിനെ കുറച്ച് ഫ്രീ ആയിട്ട് വിടണമെന്നുണ്ടായിരുന്നു. ആദ്യത്തെ ശിവനൊക്കെ തുടങ്ങിയ ദിവസം ശിവന്റെയൊക്കെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. ദേഷ്യത്തിന്റെ അങ്ങേത്തല്ല. അവസാനം ഞാൻ തെറി വരെ വിളിച്ചിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത് ഓരോ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ പറയും, സമീറിന്റെ അടുത്ത് തന്നെ പറയും, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത്. കാര്യം എനിക്ക് നിങ്ങൾ എന്ന് വെച്ചാൽ ആ ഷൂട്ട് നടന്ന ഒരു ദിവസം പോലും ശിവൻ എന്നെ അറിയാം. രാവിലെ തൊട്ട് ഞാൻ പച്ചവെള്ളം പോലും കുടിക്കാറുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഫുൾ ടൈം ഇതിനു വേണ്ടിയാണ്. അപ്പൊ അതേ സിൻസിയറിറ്റി ഞാൻ എല്ലാവരുടെയും പ്രതീക്ഷിച്ചു. അപ്പൊ എനിക്കത് കിട്ടാതെ വരുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റിന്റെ ഒരു പ്രശ്നം സമീർ വായിച്ചിട്ടുണ്ട്. അതിൽ അഭിനയിച്ച ഒരു ആക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സത്യത്തിൽ ഞാനാണോ ഡാനിയൽ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിലുള്ള ഒരു കക്ഷി. അപ്പൊ അവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഭയങ്കര ഡെസ്പായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല, അപ്പൊ നീ കഴിഞ്ഞ 4 ദിവസം എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അല്ല പറഞ്ഞു, എനിക്ക് ആ ഡ്രീം സീൻ വന്നപ്പോൾ അപ്പൊ ഞാൻ ഉടനെ ഒന്ന് സ്ക്രിപ്റ്റ് റൈറ്റർ എന്റെ കൂടെ ഇല്ല. അതാണ് ഏറ്റവും വലിയ എനിക്കുള്ള ഒരു പ്രശ്നമാണ്. സ്ക്രിപ്റ്റിൽ ഒരു ചെറിയ പ്രശ്നം, ഒരു ഡയലോഗ് തിരുത്താൻ എനിക്ക് ഷോർട്സിന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി എന്തായാലും ഒരെണ്ണം ചെയ്യുമ്പോൾ ഞാൻ ആക്ടേഴ്സിന് ഇത്രയും പിരിമുറുക്കം എന്തായാലും കൊടുക്കില്ല. കാര്യം അത് അങ്ങനത്തെ ഒരു ഷെഡ്യൂൾ ആയിരുന്നുണ്ട്. നമുക്ക് അത് സമയത്ത് തീർക്കണം. ഫിനാൻഷ്യലി ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതും ഇവർക്ക് ഓരോരുത്തർക്കും നന്നായിട്ട് അറിയാം. ഓരോ ദിവസം യൂണിറ്റ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. പിന്നെ റിസൾട്ട് വന്നപ്പോഴേക്കും ഒരു 50% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. 50% സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് മെജോ, ഒന്ന് പാപ്പിനോ, ഒന്ന് ഡൈലന്റെ സ്ക്രിപ്റ്റ്, പിന്നെ സമീറിന്റെ സാറിനോ അത് പ്രത്യേകിച്ച് പറയണം. കാര്യം എനിക്ക് കൺവേ ചെയ്യാനും എനിക്ക് ഷെയർ ചെയ്യാനും പറ്റിയതാവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും ഷോർട്സ് ഡിസ്കസ് ചെയ്യണം, ഞങ്ങൾ ഒരുമിച്ച് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മഴ വരുമ്പോൾ ഞാൻ പറയണ ഞാൻ അപ്പുറത്ത് വെക്കാം. അപ്പൊ സമീർ തന്നെ എൻ്റെ അടുത്ത് വയ്ക്കും, അതെങ്ങനെ അവിടെ വെച്ചാൽ ശരിയാവും നിങ്ങൾ. ഞാൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കും, ചിലപ്പോൾ ദേഷ്യപ്പെടേണ്ടി വരും. കാര്യം നമുക്ക് അതിന് മുമ്പ് തീർക്കണമെന്നുള്ളത്. അങ്ങനെയല്ലാതെ പിന്നെ ഒന്നല്ല, ഇത് എടുത്തു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ അതിനെ പറ്റിട്ട് അതിന്റെ പോരായ്മകൾ വന്നിട്ടുണ്ടാവും, ഉറപ്പായിട്ടും പോരായ്മകൾ വരും. ഒരു ചോദ്യം, അപ്പൊ നിങ്ങൾക്ക് സംവിധായകൻ എന്ന നിലയ്ക്ക് 2 ആണോ ഇഷ്ടമായത് അതോ ഡിറ്റോർ ആണോ? അത് രണ്ടാണ്. ഒന്നെന്ന് വെച്ചാൽ 2 ചോദിച്ചാൽ ഞാൻ പറയും ഇറ്റ്സ് ഫുള്ളി മൈ ചൈൽഡ്. എനിക്കറിയാം, അതിന് ഒരു അസിസ്റ്റന്റും ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. ക്യാമറ ഞാൻ അവിടെ വെക്കാൻ പറഞ്ഞു. അഭിനയിച്ച് നിങ്ങൾക്ക് പോലും സ്ക്രിപ്റ്റ് അറിയില്ല. അന്നേരം വെറും 15 മിനിറ്റ് കൊണ്ട് ഞാൻ എഴുതി, ഫ്ലാറ്റിൽ ഇരുന്ന് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് പിറ്റേന്ന് രാവിലെ നമ്മൾ ഷൂട്ട് ആണോ. അപ്പം രണ്ടും 2 രീതിയിലാണ്. ഒന്ന് മൈ ഓൺ ചൈൽഡ്, എനിക്ക് അറിയായിരുന്നു അതിൽ എന്റെ ക്യാരക്ടേഴ്സ്.
അത് പേഴ്സണലി അതിലധികം ആർക്കും വിമർശിക്കുന്നതിനോടോ എനിക്കൊരു ബിഗ് ക്രൂ ഒന്നുമല്ലായിരുന്നു. ആ ലിമിറ്റഡ് റിസോഴ്സിൽ നമ്മൾ ഇതിന്റെ 10 കാര്യം അത് 10,000 രൂപയ്ക്കാണ് തീർന്നതെങ്കിൽ ഇത് 1,40,000 തീർന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. ഇത് ഇത്രയും പേരുടെ എഫേർട്ട് ഉണ്ട്. യൂണിറ്റിൽ തന്നെ 6 പേര് യൂണിറ്റില്, സ്പോട്ട് എഡിറ്റർ, അങ്ങനെ ഇങ്ങനെ വലിയ ക്രൂ. മറ്റത് ഒരു ക്യാമറയും കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്നു. ഇതിലോ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ക്രെയിൻ ഉണ്ടായിരുന്നു, എനിക്ക് ട്രാക്ക് ആൻഡ് റോളി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എനിക്ക് ഷോർട്സിന്റെ ഞാൻ ആക്ടേഴ്സിനെ ഒന്നുകൂടെ ട്രെയിൻ ചെയ്യിക്കണമായിരുന്നു. ഷൂട്ടിങ് അത്രയും തെറ്റിപ്പിടിച്ച് കേട്ട ഇവരെ കൊണ്ട് റിഹേഴ്സ് ചെയ്യിച്ച് അതിന്റെ മാക്സിമം കിട്ടിയതിന് ശേഷമേ ഞാൻ ഷൂട്ടിംഗ് തുടങ്ങാൻ പാടുണ്ടായിരുന്നു. കാര്യം ആ സ്പോട്ടിൽ കൊണ്ടുവച്ച് പറഞ്ഞപ്പോൾ പലപ്പോഴും അവർക്ക് പിന്നെ ആക്ടേഴ്സിന്റെ ഒരു പരിമിതി ഞാൻ ആലോചിച്ചില്ല. ഞാൻ പലപ്പോഴും ഈ ടേംസ് പറയും, ഇവരിപ്പോ കളിയാക്കാറുണ്ടല്ലോ, ഞാൻ ടേംസ് പറയും, എടാ ഇനി നിന്റെ പ്രൊഫൈലാണ് എടുക്കുന്നത്. അവർക്ക് പ്രൊഫൈൽ അറിയുമെന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചില്ല. എന്റെ കൂടെ ഇങ്ങനെ സമീർ ആദ്യമായിട്ട് ഒരു ഷൂട്ടിന് വരെയാണ്, അവനത് അറിയുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. എടാ നീ കണ്ടിന്യൂറ്റി ഒക്കെ, എന്നിട്ട് ഞാൻ തിരിച്ച് അവൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്താ എന്ത് കോപ്പാടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ആലോചിച്ചില്ല. ഞാൻ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ അങ്ങനെ ഒരു ടവലുണ്ട്, അത് അവിടെ തന്നെ അടുത്ത സീൻ ഉണ്ടാവണമെന്ന് നീ നോക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ ഞാൻ മനസ്സിലുള്ളത്, ഞാൻ വിചാരം എന്റെ ലാംഗ്വേജ് എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷെ ക്യാമറാമാൻ കറക്റ്റ് ആയിട്ട് അത് കൺസീവ് ചെയ്യും. ക്യാമറാമാൻ മനസ്സിലാവും, എടാ അടുത്ത് ഇവിടെ വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് നീ ഇത് തരണം എന്നുള്ളത്. അപ്പൊ അതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കാര്യം ഇപ്പൊ സമീറിനെ ഞാൻ വർക്ക് ചെയ്യാൻ വിളിക്കുന്നതിന് മുമ്പ് ഒരാഴ്ച മുന്നേ വിളിച്ചിട്ട് ഇത്രയൊക്കെയാണ് ഷോർട്സ്, ഇതൊക്കെയാണ് നീ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ആക്ടേഴ്സിനോട് പറഞ്ഞു കൊടുക്കണമായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തു. പിന്നെ ആ സ്പോട്ടിൽ എത്തുമ്പോഴത്തേക്ക് എന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഞാൻ ഓക്കെ ആകാത്ത ഷോർട്സ് ഓക്കെ വെച്ചിട്ടുണ്ട്. അതന്നെ ഉള്ളൂ. എനിക്ക് അവിടെ ആയിരുന്നു ഇമ്പ്രൂവ് ചെയ്യാൻ. ഒരു കാര്യം ഉറപ്പാണ്, നല്ല വ്യൂ ഉള്ള ഡയറക്ടർ PFCയേക്കാൾ നല്ല ഡയറക്ടർ. എന്നുവെച്ചാൽ പുള്ളിക്ക് അറിയാം എല്ലാം ചെയ്യണമെന്ന് പുള്ളിക്ക് അറിയാം. സ്ക്രിപ്റ്റ് ഒരു ഡയലോഗ് പോലും നോക്കാതെയാണ് പുള്ളി ചെയ്തത്, സിനിമ മുഴുവൻ ചെയ്തത്. ഞാൻ